രാഹുൽ മാങ്കൂട്ടത്തിലെ കുരുക്കായി യുവതിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി. അശാസ്ത്രീയ ഗർഭഛിദ്രം സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാർ. യുവതിക്ക് അമിത രക്തസ്രാവവും ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്നാണ് മൊഴി. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ അന്വേഷണ സംഘം തെളിവെടുത്തു. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലും പരിശോധന നടത്തുകയാണ്. ഈ വിവരങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, ഇപ്പോൾ യുവതിയുടെ മൊഴി ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യുവതിയുടെ വാദങ്ങൾ കുറച്ചുകൂടി ബലപ്പെടുകയാണ് അല്ലേ? തീർച്ചയായിട്ടും യുവതിയുടെ പരാതി സാധൂകരിക്കുക, യുവതിയുടെ പരാതി ആധികാരികമാണ്, മെഡിക്കൽ രേഖകളടക്കം ആധികാരികമാണ് എന്നുള്ളത് നിലവിൽ പോലീസിന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും സഹായകരമായിരിക്കുന്ന മൊഴി, അതായത് രാഹുൽ മാങ്കൂട്ടത്തലിന് കുരുക്കാകുന്ന മൊഴി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് ഡോക്ടർമാരുടേതാണ്. 2 സ്വകാര്യ ആശുപത്രികളിൽ യുവതി ചികിത്സ തേടിയിരുന്നു. അതായത് ഗർഭചിത്രത്തിന് തൊട്ടു പിന്നാലെ ശാരീരികാവസ്ഥ വളരെ മോശമായതിനെ തുടർന്നാണ് ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയത്. ആ ഡോക്ടറുടെ മൊഴി പ്രകാരം അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടായിരുന്നു, ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഈ മരുന്നുകൾ, അതായത് 2 മരുന്നുകളാണ് കഴിച്ചിരുന്നത്, മൈഫിപ്രസ്റ്റോണും മൈസോപ്രോസ്റ്റോളും. ആ 2 മരുന്നുകളും ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നുകളാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഡോക്ടറുടെ മാർഗനിർദ്ദേശമോ സാന്നിധ്യമോ ഇല്ലാതെ കഴിച്ചാൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ, അവർ ഒരു ആരോഗ്യ വിദഗ്ധർ എന്നുള്ള നിലയിൽ കൂടി അവർ സൂചിപ്പിച്ചിട്ടുള്ള മൊഴി. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട മൊഴിയായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത്. കാരണം യുവതി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മെഡിക്കൽ രേഖകൾ സമർപ്പിച്ചിരുന്നു. അതിന്റെ ആധികാരികത പരിശോധിക്കുന്നതിന് കൂടി വേണ്ടി ആശുപത്രിയിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഈ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ രേഖയാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണ്, അത് രേഖപ്പെടുത്താവുന്ന തെളിവായി മാറുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. രണ്ടാമതും യുവതി മറ്റൊരു ആരോഗ്യ പ്രശ്നം വന്നതിനെ തുടർന്ന്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായ ഒരു ആരോഗ്യ പ്രശ്നം വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതായത് 2 ഡോക്ടർമാർ യുവതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചിട്ടുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ആ മൊഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഈ ഗർഭചിത്രം അശാസ്ത്രീയമാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലേക്ക് പോലീസിനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് മറ്റ് തെളിവുകളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ്. ആ ഭാഗം ക്ലിയർ ആയതോടുകൂടി ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് യുവതി സമർപ്പിച്ചിട്ടുള്ള മറ്റ് തെളിവുകളുണ്ട്. ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ശബ്ദരേഖ. അത് 1-ലധികം ശബ്ദരേഖയുണ്ട്. നിലവിൽ യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞു. ആ ശബ്ദ സാമ്പിളും അതുപോലെ ഒരു 3-4 ശബ്ദ സാമ്പിളുകളും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് ഈ മാച്ച് ചെയ്ത് നോക്കുകയാണ്. ആ ശബ്ദ സാമ്പിൾ യുവതിയുടേത് മാച്ച് ആയി കഴിഞ്ഞാൽ ആ കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ടതില്ല. യുവതിയുടെ മൊഴി അത് ഉറപ്പിക്കാം. അത് യുവതി നൽകിയിട്ടുള്ള ശബ്ദരേഖ അതിൽ ആധികാരികതയുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് രാഹുലിൻ്റെതാണ്. രാഹുലിൻ്റെ ശബ്ദ സാമ്പിൾ നേരിട്ട് എടുക്കണം എന്ന് നിലവിലില്ല. കാരണം രാഹുൽ ഒളിവിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഈ തെളിവുകൾ പരമാവധി ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഇതിനോടകം തന്നെ രാഹുലിൻ്റെ ശബ്ദരേഖ പോലീസിനൊക്കെ ശേഖരിക്കാൻ കഴിയുന്നത് എന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള രീതിയിലായിരിക്കും ആ ശബ്ദ സാമ്പിൾ എടുക്കുക. അതിലായിരിക്കും ഈ മാച്ചിങ് നടക്കുക. അപ്പോൾ 2 മൊഴികളും 2 ശബ്ദ സാമ്പിളുകളും മാച്ച് ആയി കഴിഞ്ഞാൽ അത് ഒരു കാര്യം ഉറപ്പിക്കാം, യുവതിയും രാഹുലും തമ്മിലുള്ള ശബ്ദരേഖ തന്നെയാണെന്നുള്ള ഔദ്യോഗിക വിവരം വരുന്നു, അല്ലെങ്കിൽ വരും എന്നുള്ളതാണ്. അതിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന തെളിവായി അത് മാറും. കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്ന തെളിവായി അത് മാറും. മുൻകൂർ ജാമ്യാപേക്ഷയെ പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷനെ സമർപ്പിക്കാൻ കഴിയുന്ന കരുത്തുറ്റ തെളിവായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസിനകത്ത് നോക്കുന്നത്. ഒന്ന്, അശാസ്ത്രീയ ഗർഭചിത്രം നടന്നു എന്നുള്ള ഡോക്ടർമാരുടെ മൊഴി. 2, ശബ്ദ സാമ്പിൾ. ഇനിയിപ്പോൾ ശേഖരിക്കേണ്ടത് ഈ ഫ്ളാറ്റുകളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ്. ഇന്നലെ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ യുവതിയുമായി നേരിട്ടെത്തിക്കൊണ്ട് പോലീസ് പരിശോധന നടത്തിയിരുന്നു, തെളിവ് ശേഖരണം നടത്തിയിരുന്നു. അവിടെയുള്ള മറ്റ് താമസക്കാരായിട്ടുള്ള ചില ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അതിനകത്തൊക്കെ തന്നെ ചില നിർണായക വിവരങ്ങൾ ഉണ്ടായെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇനിയിപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതോടുകൂടി തന്നെ അന്വേഷണത്തിൽ ലഭിക്കുന്ന തെളിവുകൾ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അന്വേഷണ സംഘം തുടങ്ങിയിരിക്കുകയാണ്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.